സല്യൂട്ട് സുഹൃത്തുക്കളെ. ഈ അടുത്ത കാലത്ത് മലയാളത്തിലെ വളരെ പ്രഗത്ഭരായ 2 പേര് നമ്മളെ വിട്ടുപിരിഞ്ഞു. ഒന്ന് ശ്രീ MT വാസുദേവൻ നായർ. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ, ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാള സാഹിത്യകാരനായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ സർ. അദ്ദേഹം 25-ാം തീയതി ഡിസംബർ മാസം കഴിഞ്ഞ വർഷം അദ്ദേഹം 2024 ഡിസംബർ 25-ാം തീയതി മരണത്തിന് കീഴടങ്ങി. അതിനു മുമ്പ് ഒരു 3-4 ദിവസം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തു. കുറച്ച് നാളായിട്ട് അവശ നിലയിലായിരുന്നു എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം മലയാളികൾക്ക് വളരെയധികം സുപരിചിതനാണ് അദ്ദേഹം. അദ്ദേഹം നമുക്ക് വേണ്ടി, മലയാളത്തിന് വേണ്ടി ജ്ഞാനപീഠം അവാർഡ് കൊണ്ടുവന്നു. പത്മഭൂഷൺ ലഭിച്ച ആളാണ്. വളരെയധികം അവാർഡുകൾ, പല തരത്തിലുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഒരുപാട് സിനിമകൾ, അതിൻ്റെ തിരക്കഥകൾ, വളരെയധികം നമ്മളെ ആസ്വദിപ്പിച്ച, നമ്മളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്ത നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. വടക്കൻ വീരഗാഥ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ 2-ാം ഊഴം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. മിക്കവാറും എല്ലാ പുസ്തകങ്ങളും ഞാനും വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ഇഷ്ടം തുടങ്ങിയത് ഒരുപാട് നാളുകൾക്ക് മുമ്പ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അന്നായിരുന്നല്ലോ നോവലുകളോടൊക്കെയുള്ളൊരു അസാധാരണ പ്രണയം നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വായിച്ച പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ നാലുകെട്ട്, മഞ്ഞ്, അസുരവിത്ത്, കാലം തുടങ്ങിയ വളരെ നല്ല കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളും വളരെയധികം ഇഷ്ടമായിരുന്നു വായിക്കാൻ. ആ ഒരു ശൈലി, അതായത് വടക്കൻ ഭാഷയുണ്ടല്ലോ, ആ ഒരു ശൈലിയിൽ അദ്ദേഹം എഴുതുന്നത് വായിക്കുമ്പോഴും നമ്മൾ അതുപോലെ മനസ്സിൽ കാണും. അതേ രീതിയിൽ ഇങ്ങനെ ഓപ്പോളെ എന്നൊക്കെ വിളിക്കുന്ന രീതിയും, എടുത്തു എന്നൊക്കെ ചോദിക്കുന്ന എവിടെ എന്നുള്ളതിന് പകരം, ഇപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ വളർന്ന നമുക്ക് ഇതൊരു അപരിചിതമായ ഭാഷയാണെങ്കിൽ പോലും ഒരു പ്രത്യേക മധുരം ഉണ്ടായിരുന്നു അത് വായിക്കുമ്പോഴും കേൾക്കാനും ഒക്കെ. പിന്നെ പല സിനിമകളും, ഒരുപാട് നല്ല 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 സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ടല്ലോ. വൈശാലി അദ്ദേഹത്തിൻ്റെ സിനിമയാണല്ലോ. നിർമാല്യം, ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, സദയം, സുകൃതം. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം. അക്ഷരങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സിനിമ ഞാൻ ഈയിടെ വീണ്ടും എടുത്തു വെച്ച് കണ്ടു നോക്കി. വളരെ നല്ല ഒരു കഥയാണ്. ഒരുപാട് നല്ല 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 സിനിമകൾ അദ്ദേഹം, വടക്കൻ വീരഗാഥ, അതൊക്കെ തന്നിരിക്കുന്നത് MT വാസുദേവൻ നായർ സാറാണ്. അദ്ദേഹവും ഞാനുമായിട്ടുള്ള പരിചയം, അദ്ദേഹത്തെ ഇത്രയും ആരാധിച്ചിരുന്ന ഒരു വ്യക്തി നേരിട്ട് കാണുന്നത് 2000 ആണ്ടിലാണ്. ആ സമയം ഞാൻ CBI SP ആയിരുന്നു എറണാകുളത്ത്. എൻ്റെ 7 ചെറുകഥകൾ ഞാനൊരു സമാഹാര രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. നാഷണൽ ബുക്ക് സ്റ്റോളാണ് അത് പ്രസിദ്ധീകരിച്ചത്. മനസ്സിലെ മഴവില്ല് എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ 7 കഥകളും മേർഡർ സ്റ്റോറീസാണ്, അതായത് കൊലപാതകം നടത്തുന്ന കഥകളാണ്. പല പല സാഹചര്യത്തിൽ പല പല ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്ന കൊലപാതകമാണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ തലക്കെട്ട് മനസ്സിലെ മഴവില്ല എന്ന് ഞാൻ ഇട്ടത്, അങ്ങനെ ഒരു കഥ അതിനകത്തില്ലെങ്കിൽ പോലും മനുഷ്യ മനസ്സിൻ്റെ നിറങ്ങളുടെ സ്വാധീനത്തിലാണ് ഓരോ ആളുകളുടെയും സ്വഭാവം രൂപീകരിക്കപ്പെട്ട് വരുന്നത് എന്നും, ആ നിറങ്ങൾ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന മനസ്സുകൾ ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുവെന്നും, കൊലപാതകം എന്നത് ഒരേ ഒരു കുറ്റകൃത്യവും ഒരേ ഒരു ശിക്ഷയുമാണ് നിയമത്തിൽ പറയുന്നതെങ്കിലും എന്തൊക്കെ വിവിധ സാഹചര്യങ്ങളിൽ ഏതൊക്കെ രീതിയിൽ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആഖ്യാനമാണ് ഞാൻ അതിനകത്ത് കൂടെ കൊണ്ടുവന്നത്. വലിയ ഗുണമൊന്നും പറയാനില്ല, ഒരുപാട് തെറ്റുകളൊക്കെ ഉള്ള, എനിക്ക് തോന്നുന്നില്ല ഒരു നല്ലൊരു സാഹിത്യകാരി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു കൃതിയൊന്നും അല്ല അത്. പക്ഷേ എന്നാലും അതെനിക്ക് പബ്ലിഷ് ചെയ്യണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. NPS അത് മുന്നോട്ട് വന്നു. അങ്ങനെ ഒരു ആഗ്രഹം വന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, MT വാസുദേവൻ നായർ സാറ് വന്ന് എൻ്റെ ആദ്യ പുസ്തകം ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം വന്ന് അതൊരു പുസ്തക പ്രകാശനം നിർവഹിക്കുക എന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള ഒരു എഴുത്തുകാരിക്ക്
ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ എങ്ങനെയോ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കണ്ടുപിടിച്ച് ഫോണിലൂടെ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അദ്ദേഹം എന്നാണ് ഞാൻ വരാം എന്ന് പറഞ്ഞ ഉടനെ സമ്മതിക്കുകയും അതിനെന്നെ ഒരു പോലീസ് ഓഫീസർ സഹായിക്കുകയും കൂടെ ചെയ്തു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആ സഹായത്തോടു കൂടി അദ്ദേഹം എറണാകുളത്ത് വന്നിറങ്ങി ഫ്ലൈറ്റിൽ. അന്ന് പഴയ എയർപോർട്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ അദ്ദേഹത്തെ പോയി വിളിച്ചു. അവിടെ പോയി റിസീവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഹോട്ടലിൽ, ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ, അവിടെയാണ് അദ്ദേഹത്തിന് വേണ്ടി മുറി അറേഞ്ച് ചെയ്തത്. എന്നിട്ട് യാത്രി നിവാസിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു എറണാകുളത്ത്. അവിടെ വെച്ച് പാവം പടിയൊക്കെ കയറി മുകളിൽ വന്ന് അദ്ദേഹവും സി രാധാകൃഷ്ണൻ സാറും പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ശ്രീകുമാരി രാമചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരി ഉണ്ടായിരുന്നു. പിന്നെ MK ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല പുസ്തകങ്ങൾ കുറേ എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരി രാമചന്ദ്രൻ അറിയാമല്ലോ, ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നല്ല നല്ല പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. MK ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ അപരൻ എന്ന് പറയുന്ന കഥയുടെ അടിസ്ഥാനത്തിൽ പത്മരാജൻ അപരൻ എന്ന് പറയുന്ന ഒരു സിനിമ ജയറാം ആദ്യമായിട്ട് അഭിനയിച്ച ഫിലിം, MK ചന്ദ്രശേഖരൻ അദ്ദേഹം വേണോ ആ കഥ എഴുതി. അതുപോലെ നല്ല നല്ല കഥകൾ എഴുതിയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെ നിറഞ്ഞു നിന്ന വലിയ ആൾക്കാരുടെ ഒരു സാഹിത്യ സദസ്സിൽ വെച്ചാണ് ഇത് പുസ്തകം റിലീസ് ചെയ്തത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ശ്രീ MT വാസുദേവൻ നായർ സാറുമായിട്ടുള്ള എൻ്റെ പരിചയം. അദ്ദേഹം വന്ന് അവിടെ ആ പുസ്തകം വായിച്ചു എന്ന് മാത്രമല്ല, വളരെ നല്ല വാക്കുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു നല്ല സാഹിത്യകാരി ആകാനുള്ള എല്ലാ ലക്ഷണങ്ങളുമുണ്ട്, ഭാവിയിൽ അങ്ങനെ വരട്ടെ, ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം എന്നെക്കുറിച്ച് പറയുകയും ബുക്കിനെക്കുറിച്ച് കുറച്ച് പ്രശംസിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും അർഹിക്കുന്നില്ല എന്നറിയാമെങ്കിലും പാവം അതൊക്കെ അദ്ദേഹം ചെയ്തു. പിന്നെ ഞങ്ങൾ അതിന് ശേഷവും കുറേ നേരം ഇരുന്ന് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങളും പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞിങ്ങനെ പല IAS IPS ഉദ്യോഗസ്ഥർ, മിക്കവാറും IAS ഉദ്യോഗസ്ഥർ ഒരുപാട് പേര് പുസ്തകങ്ങൾ എഴുതാറുണ്ടല്ലോ, വലിയ സാഹിത്യകാരന്മാരായിട്ട് പേര് കേട്ടവരുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കുറേ പേരുകളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പേര് പറഞ്ഞു. പിന്നെ NS മാധവൻ എന്ന് പറഞ്ഞ IAS ഓഫീസറുണ്ട്, അദ്ദേഹം നല്ലതായിട്ട് എഴുതും. അതുപോലെ ഒരു ഒറീസയിലുള്ള ഒരു ഓഫീസറിൻ്റെ മൊഹന്തി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ നല്ല ഒരു IAS ഓഫീസറാണ്, പക്ഷേ വളരെ നന്നായിട്ട് എഴുതും, നല്ല എഴുത്തുകാരനാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹമായിട്ട് എന്തുകൊണ്ടോ എനിക്കൊരു സ്വഭാവമുള്ളത്, ഞാൻ ആളുകളുമായിട്ട് ഇങ്ങനെ ബന്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് സംഭവം പറ്റാറില്ല. എന്തുകൊണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോ കണ്ടോ പോകുമ്പോഴൊക്കെ സംസാരിച്ചോ അല്ലെങ്കിൽ കോഴിക്കോട് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ പോയി കാണുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്തിരുന്നില്ല. പക്ഷേ എൻ്റെ അവസാനത്തെ പുസ്തകമായിട്ടുള്ള ബലിപഥം എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, വേണം അതെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അത് ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ എഴുതിയതാണ്. അതിനകത്തൊരു ശരിക്കും മനസ്സിലെ മഴവിലുമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 1000 ഇരട്ടി കാമ്പുള്ള പുസ്തകമാണ് ബലിപഥം എന്നുള്ള ഒരു ചിന്തയിൽ ഞാനൊരു കോപ്പി, ആദ്യത്തെ ഒരു കോപ്പി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു, കോഴിക്കോട്ടെ അഡ്രസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് ഫോണൊന്നും എടുക്കാനും സംസാരിക്കാനും ഒന്നും വയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോളെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പം പറഞ്ഞു ഞാൻ കൊടുക്കാം, അച്ഛന് വായിക്കുന്ന ഒരു ഈ സമയമൊക്കെ കഴിഞ്ഞു, എന്നാലും നോക്കട്ടെ, ഞാൻ വായിക്കാം എന്തായാലും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് എനിക്ക് അന്ന് സംസാരിക്കാൻ പറ്റിയില്ല. ഡിസംബർ 22-ാം തീയതി കോഴിക്കോട് എനിക്ക് മാതൃഭൂമി ബുക്സിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അത് 3 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത്, എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, അറിഞ്ഞോ MT വാസുദേവൻ നായർ സാറ് ആശുപത്രിയിലാണ്, പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബേബി മെമ്മോറിയലിലാണ്, വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, നേരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് വിടാം, നമുക്ക് പോയി നോക്കാം എന്ന് ഡ്രൈവറോട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുറ്റം വരെ എത്തി. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ വിളിച്ച് ചോദിച്ചേക്കാം, അവിടെ അദ്ദേഹത്തെ കാണുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടുത്തെ AC സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിളിച്ചു. അപ്പം AC സ്പെഷ്യൽ ബ്രാഞ്ച് വിനോദൻ എന്ന് പറയുന്ന ഓഫീസറാണ്, നല്ല ഓഫീസറാണ് കോഴിക്കോട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഡം പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ബന്ധുക്കൾ അത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പം തന്നെ പത്രത്തിലൂടെ ആ വാർത്ത വന്നത് തന്നെ അവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യാനായിട്ട് ഇങ്ങനെ VIP ശ്രമിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ബന്ധുക്കൾക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ കവാടം കടന്നകത്ത് പോയാൽ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ശരി നമുക്കെന്നാൽ തിരിച്ചു പോവാം, അദ്ദേഹം നന്നായിട്ട് വരട്ടെ, നല്ല രീതിയിൽ അദ്ദേഹം റിക്കവർ ചെയ്ത് വരട്ടെ, അപ്പോൾ മെച്ചപ്പെട്ട് പിന്നെ വരുമ്പോൾ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടോളാം, അതായിരിക്കും നല്ലത്, ഈ ഒരു അവസ്ഥയിൽ പോകണ്ടെന്ന്. ഞാൻ തിരിച്ച് എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാൻ പോലീസ് ക്ലബ്ബിലാണ് താമസിച്ചിരുന്നത്. അവിടെ വന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് പോകുന്ന സമയത്തും എനിക്ക് മനസ്സിൽ വല്ലാത്ത ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ പുസ്തകം റിലീസ് ചെയ്ത ആളാണല്ലോ, ഒന്ന് പോയി കാണേണ്ടതായിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്താണ് എന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വീണ്ടും വിളിച്ചിട്ട് പറയുന്നത്,
മാഡം വേണമെങ്കിൽ പോയി കാണാം, കാരണം അദ്ദേഹത്തെ കാണാനായിട്ട് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഒരു MLA-യും MP-യോ മിനിസ്റ്ററോ ആരൊക്കെയോ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാഡത്തിന് കാണാൻ നിർബന്ധം ഉണ്ടെങ്കിൽ പോയി കാണാം, അതിനുള്ള സൗകര്യം ചെയ്യാം. പക്ഷേ വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. കൂടാതെ ഒരുപാട് പത്രമാധ്യമ പ്രവർത്തകരുണ്ട് അവിടെയെന്ന്. അപ്പോൾ പത്രമാധ്യമ പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടി ആശുപത്രിയുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നില്ല, കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടി പോവുകയാണെന്നുള്ളൊരു ധ്വനി വരും. അപ്പോൾ അതിനല്ലല്ലോ അദ്ദേഹം കിടക്കുമ്പോൾ ആദ്യം ഞാൻ പോയി കണ്ടിരുന്നെങ്കിൽ, ആരും അറിയാതെ, പത്രക്കാർ അറിയാതെ, അവർ വരുന്നതിന് മുമ്പ് തന്നെ പോയി കണ്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയേനെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ അദ്ദേഹത്തെ ഇപ്പോൾ ആ സമയത്ത് ICU-ലും ആയിരുന്നു അദ്ദേഹം, വെന്റിലേറ്ററിലോ മറ്റോ ഇട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പോയി കണ്ടാലും സംസാരിക്കാനും പറ്റില്ല. ഞാനിവിടെ കുഴപ്പമില്ല, ഞാൻ പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ടുണ്ടായ ചടങ്ങ് ഫംഗ്ഷൻ്റെ ഇടയിൽ കൂടെ പ്രസംഗിക്കുമ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ച് വരണേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ പ്രായം ഒരുപാട് കൂടി ഇരുന്ന സമയവുമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം 2-3 ദിവസം ആശുപത്രി കിടന്ന ശേഷം മരണത്തിന് കീഴടങ്ങുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് പറ്റില്ല, കാരണം അത്രയും ഒരു വലിയ സംഭാവന മലയാളത്തിനും മലയാള സാഹിത്യത്തിനും നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വളരെയധികം ഹൃദയവേദനയോട് കൂടിയുള്ള ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ആളിലേക്ക് കടക്കുകയാണ്. വേറൊരു മഹാനായ വ്യക്തിയും കേരളത്തിൽ നമ്മളെ ഒരുപാട് ആനന്ദിപ്പിച്ചുകൊണ്ട്, ആസ്വദിപ്പിച്ചുകൊണ്ട്, കേരളത്തിൻ്റെ മഹിമ ഒരുപാട് ഉയർത്തിക്കൊണ്ട് ഒരുപാട് നാൾ കേരളത്തിൽ പാട്ടുകൾ പാടി ജീവിച്ച ഒരു മനുഷ്യനുണ്ട്, P. ജയചന്ദ്രൻ എന്ന മഹാനായ ഭാവഗായകൻ. അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടക്കുറവുണ്ടാവും. അത്രയ്ക്കൊരു നല്ല ഒരു ഗായകനുമാണ്, ഒരു നല്ല വ്യക്തിയുമാണ് അദ്ദേഹം. ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് നമ്മളെ ആസ്വദിപ്പിച്ചിട്ടുള്ള, നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന വളരെ നല്ല 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 ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, എക്കാലവും കേരളം ഓർക്കുന്ന മറ്റൊരു മഹനീയ വ്യക്തിത്വമാണ് ശ്രീ P. ജയചന്ദ്രൻ. അദ്ദേഹം ജനുവരി 9 മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതും നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയായിരുന്നു. വളരെ ഞെട്ടലോടുകൂടിയാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം പോലെ എനിക്ക് തോന്നി. കുറച്ച് നാളായിട്ട് അസുഖം ഉണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റിലാണ് എന്നൊക്കെ അറിയാമെങ്കിലും ആ ഒരു സമയത്ത് പെട്ടെന്ന് മരിക്കുമെന്നുള്ള ഒരു ചിന്തയൊന്നും നമുക്കാർക്കും, മലയാളികൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ജയചന്ദ്രൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് തൊട്ട് പാടാൻ തുടങ്ങിയതാണ്. ഞാനൊക്കെ ജനിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ടായിരുന്നു. 58, 59 ഒക്കെ ആയ സമയത്ത് അദ്ദേഹം ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയുടെ അനിയൻ, എൻ്റെ അമ്മാവൻ, ഒരൊറ്റ അമ്മാവനേ ഉള്ളൂ. അമ്മയുടെ ഒരൊറ്റ 4 പെണ്ണുങ്ങൾക്ക് ഒരു അനിയനാണ്. അപ്പം ഗോപമ്മാവൻ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. ഈ അമ്മാവൻ്റെ കല്യാണം ആ സമയത്ത് കൊല്ലത്തുള്ള ഒരു വലിയ ബിസിനസ് മുതലാളിയുടെ മകളുമായിട്ട് നടന്നിരുന്നു. വെൻഡർ ഗ്രൂപ്പിലുള്ള K. ജനാർദ്ദനൻ പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ഗീതയുമായിട്ടാണ് എൻ്റെ അമ്മാവൻ കല്യാണം കഴിച്ചത്. അത് കൊല്ലത്തുള്ള ഒരു കൊച്ചമ്മയുടെ വീട്ടിൽ, എൻ്റെ അമ്മയുടെ സിസ്റ്ററിനെ ഞങ്ങൾ കൊച്ചമ്മ എന്നാണ് വിളിക്കുന്നത്, കുഞ്ഞമ്മ, കൊച്ചമ്മ എന്ന്. അപ്പോൾ ആ കൊച്ചമ്മയുടെ വീട്ടിൻ്റെ പറമ്പിലാണ് കൊച്ചമ്മ കല്യാണം കഴിച്ചതും. ജനാർദ്ദനൻ പിള്ള വല്യച്ഛൻ്റെ അനിയനായിട്ടുള്ള ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന ഞങ്ങളുടെ ചിറ്റപ്പൻ, കൊച്ചമ്മയുടെ ഹസ്ബൻഡ് ചിറ്റപ്പൻ എന്നാണല്ലോ വിളിക്കുന്നത്. ചിറ്റപ്പൻ്റെ വീട് വലിയ വീടാണ്, മുണ്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പറമ്പും ഒക്കെയുള്ള ഒരു പഴയ വലിയ തറവാട് വീട് പോലെയുള്ള ഭയങ്കര വലിപ്പമുള്ള വലിയ വീടാണ്. അപ്പോൾ ആ പറമ്പിൽ മുഴുവനും വലിയ പന്തലൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു സ്റ്റോളുകളൊക്കെ വെച്ച്, ആ സ്റ്റോളുകളിലൂടെ നമുക്ക് പോയാൽ എന്തും കിട്ടും, എന്തും സാധനവും കഴിക്കാം. പല പല സ്നാക്സ്, കുടിക്കാനുള്ള ജ്യൂസുകൾ, കൊക്കോകോള, ലിംക, ഫാൻറ്റ എന്നൊക്കെ പറയുന്ന അന്നുണ്ടായിരുന്ന ബോട്ടിൽഡ് ജ്യൂസുകൾ, പിന്നെ പഴംപൊരി, വലിയ പഴം എന്നാണെങ്കിൽ പഴം തന്നെ, ബിസ്ക്കറ്റുകൾ, കുക്കീസ്, കേക്ക്, പുഡിങ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിരത്തി സ്റ്റോളുകളും കെട്ടി. അപ്പോൾ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ടുള്ള ഒരു പരിപാടിയാണ്. വലിയ ഉറക്കം ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ടാവും, ഈ മൈക്കൊക്കെ കെട്ടി വെച്ച പറമ്പ് മുഴുവൻ പാട്ടും. ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു മാമൻ്റെ കല്യാണം എന്ന് പറഞ്ഞ് ഓർക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഉത്സവം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് കുടുംബത്തിൽ കൂടിയിട്ടില്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള ഡ്രസ്സ് തയ്ക്കുക, ഒരേപോലെയുള്ള ആഭരണങ്ങൾ, ജുവലറിയൊക്കെ വാങ്ങിക്കുക, അങ്ങനെയുള്ളൊരു എല്ലാവരും ഇങ്ങനെ ഭയങ്കര രസത്തിൽ ഇങ്ങനെ ആ കൊച്ചമ്മയുടെ വീട്ടിലെല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും ഭയങ്കര രസിച്ച് എൻജോയ് ചെയ്ത ഒരു സമയമായിരുന്നു അത്. എനിക്ക് ഓർമ്മയുള്ളത് ഈ ആരോമൽ ഉണ്ണി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ പാട്ടുകളും ഒക്കെയായിരുന്നു ഏറ്റവും ഉറക്ക വെച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ
ഇപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ മാമൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു സമയമാണ് ഓർമ്മ വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള വൈകിട്ടത്തെ റിസപ്ഷൻ സമയത്ത് ജയചന്ദ്രൻ പാട്ട് പാടാനായിട്ട് വന്നു. പി ജയചന്ദ്രനും ബി വസന്ത എന്ന് പറയുന്ന ഒരു ഗായികയുണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ വന്ന് പാട്ട് പാടി. അപ്പോൾ ഡ്യുവറ്റുകളും സിനിമയിലെ പാട്ടുകളും ഒക്കെ പാടി ഭയങ്കര രസമായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ പോലും ഞങ്ങളത് ജയചന്ദ്രനൊക്കെ ഒരു കല്യാണത്തിന് വന്ന് പാടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു അന്ന്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലരും അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ഞങ്ങളൊക്കെ കൊച്ചായിരുന്നത് കൊണ്ട് 10-11 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു ആരാധനയൊന്നും തോന്നിയില്ലെങ്കിലും പാട്ടുകൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ശ്രീ പി ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പാട്ടുകാരനല്ലേ, ഗായകൻ എന്ന് പറയുന്ന മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു മൃദംഗ വിദ്വാൻ, എല്ലാ വിധത്തിലുള്ള വാദ്യോപകരണങ്ങളും കൈകാര്യം ചെയ്യുമായിരുന്നു സമർത്ഥമായിട്ടെന്ന് പറയുന്നു. കൂടാതെ അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമയിൽ എനിക്ക് നഖശതങ്ങളിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കിനകത്ത് അദ്ദേഹം ജയചന്ദ്രനായിട്ട് വന്നിരുന്ന ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. മനസ്സിനെ തൊടുന്ന അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള ശൈലിയിലും ഒരു പ്രത്യേക രീതിയിലും ഒക്കെ പാടുന്ന പാട്ടുകൾ എപ്പോഴും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജയേട്ടൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വല്ലാത്ത കുളിര് കോരുന്ന ഒരു അനുഭവമാണ്. ടിപ്പിക്കലൊരു മലയാളി, ഇവിടെ തന്നെ അദ്ദേഹം വേറെ ഒരിടത്തും പോകാതെ കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട്, പക്ഷേ പല ഭാഷകളിൽ പാടിയിട്ടുണ്ട്. അദ്ദേഹം തമിഴിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. തമിഴിൽ ഒരുപാട് നല്ല നല്ല ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ, AR റഹ്മാൻ്റെ സംഗീത സംവിധാനത്തിൽ നല്ല പാട്ടുകൾ. ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ മലയാളത്തിൽ പാടിയിട്ടുള്ള പാട്ടുകളിൽ തന്നെ ഒരുപാട് സംഗീത സംവിധായകർ അദ്ദേഹത്തിനെ പാടിപ്പിച്ചിട്ടുണ്ട്. സലിൽ ചൗധരി അടക്കം, ദേവരാജൻ മാസ്റ്റർ, എല്ലാവരും, മിക്കവാറും എല്ലാ നല്ല ആളുകളും അദ്ദേഹത്തെ പാടാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടിയിട്ടുണ്ട്. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, രതി നടനമാടാൻ വരികയോ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ. എനിക്ക് എത്ര കേട്ടാലും മതിയാവാത്തൊരു പാട്ടാണത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലളിത ഗാനമുണ്ട്, ഉന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ. അതും ഭയങ്കര രസമുള്ളൊരു പാട്ടാണ് കേൾക്കാനായിട്ട്. ഏത് പാട്ട് പാടിയാലും, ജയചന്ദ്രൻ ഏത് പാട്ട് പാടിയാലും, ഇപ്പം അനുരാഗ ഗാനം പോലെ, അതൊക്കെ പിന്നെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, ഇത് പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 മണിക്കൂർ എടുക്കും അതിനെപ്പറ്റി പറയാൻ. അപ്പോൾ അതുപോലെ അത്ര നല്ല, മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന, സന്തോഷിപ്പിക്കുന്ന, കണ്ണടച്ച് ഇന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനാലാപന ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗവും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വിയോഗമാണ് നമുക്കെല്ലാവർക്കും, മലയാളികൾക്ക് ഉൾപ്പെടെ. അതുകൊണ്ട് ഈ ജയചന്ദ്രൻ്റെ ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിനും നിറപുഷ്പാഞ്ജലി ഞാൻ അർപ്പിക്കുന്നു. ഈ 2 മഹാനായ വ്യക്തികളെയും നേരിട്ട് കാണാനും പരിചയപ്പെടാനും അവരുടെ പാട്ട് കേൾക്കാനും അവരുടെ എഴുത്ത് നേരിട്ട് അറിയാനും പ്രസംഗം കേൾക്കാനും ഒക്കെയുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിലപ്പെട്ട അനുഭവങ്ങളായിട്ട് ഞാനിപ്പോഴും കരുതുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. നമുക്കെപ്പോഴും അവസാന ശ്വാസം വരെ ഇതുപോലെയുള്ള മഹത് വ്യക്തികളുമായിട്ടുള്ള പരിചയപ്പെടുന്ന അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് വളരെ വളരെ വിലപ്പെട്ടതായിരിക്കും. ഒരിക്കലും അങ്ങനെ മറക്കാനേ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഈ 2 വ്യക്തികളോടുമുള്ള എൻ്റെ ആദരവും സ്നേഹവും എൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള അഭിമാനവും ഒക്കെ, മലയാളിയായി ഇവർ ജീവിച്ചിരുന്ന സമയത്ത് എനിക്കും ജീവിക്കാൻ പറ്റിയല്ലോ എന്നുള്ള അഭിമാനവും ഒക്കെ പങ്കുവെക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്തത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. സസ്നേഹം, ശ്രീലേഖ.